ഹായ് ഗൈസ്, ആദിവാമീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. രാവിലത്തെ ചെറിയൊരു ലോങ് വീഡിയോ ആണ്. ഒരു 5-6 മിനിറ്റ് ഉണ്ടാകുന്നൊരു ലോങ് വീഡിയോ ആണ് എടുത്ത് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബായ്. അപ്പോൾ ഗൈസ്, കോനാലൊക്കെ നായൊക്കെ കയറി ആകെ നാശാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തുടച്ചിടുകയാണേ കോനാലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മോൾ എണീറ്റ് വന്നത്. അപ്പോൾ അവൾക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോണാലിറങ്ങിയപ്പോൾ മോളിത് മോപ്പാണ് കാണുന്നത് ആദ്യം തന്നെ. അപ്പോൾ അവൾ മോപ്പെടുത്ത് കൈ പിടിച്ചു. പിന്നെ എനിക്ക് രക്ഷയില്ല, കയ്യിൽ തരുന്നില്ല. അമ്മ തുടയ്ക്കേണ്ട, ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് അവളുടെ കയ്യിലിരിക്കട്ടെ, അപ്പോൾ അവൾ തന്നെ എനിക്ക് തരുമെന്ന്. എനിക്ക് തുടയ്ക്കാനൊന്നും പറ്റുന്നില്ല, എന്നാലും കയ്യിലവിടെ പിടിച്ചിരിക്കുകയാണ്. കുറുമ്പത്തിയാണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അവൾ. ഏടെ കുത്തിപ്പോയത്? എന്താ ഇവിടെ കുത്തിയേ? ഷാടയില്ല കുഞ്ഞാ. എന്താ മടിച്ചിട്ടാ? ഞാൻ തുടയ്ക്കുമ്പോൾ അവളെ അവിടെ ഇരുത്തിയിട്ട് വന്നതാണ്. അപ്പോൾ അവളെന്തോ കുറുമ്പ് കാണിച്ചു. അപ്പോൾ കാലിന് എന്തോ തട്ടിപ്പോയി തട്ടാൻ തോന്നേ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തട്ടിയെടുത്ത് കുറച്ച് അടിയൊക്കെ കൊടുത്തു. പിന്നെ അവൾക്ക് അവിടെ തുടച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു സമാധാനമായി ചിരിക്കുന്നുണ്ടോ ഗൈസ്. അവൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത കുട്ടിയാണേ. ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം അവൾക്ക്. ഒരിക്കലും അടങ്ങിയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആവിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ഗേസ് ഞാൻ നല്ലോണം തുടച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വന്നിരിക്കുന്നതായി. അപ്പോഴും എനിക്ക് തുടക്കാനാണ് പണി. ഇനി ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ട് വരാം. ചിങ്കു, പല്ല് തേക്കാം, പല്ല് തേക്കാം. ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. ബോല് പോവാം. എൻ്റെ ആട്ടല്. അവളുടെ പേര് വാമിക എന്നാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിങ്കു എന്നാണ് വിളിക്കുക. ചിങ്കു എന്ന് വിളിച്ച് ശീലമായിപ്പോയി. അത് മോനിട്ടതാണ്. ഞങ്ങളുടെ ഫ്രണ്ട് ഇതാണ്. ഫ്രണ്ടിൽ തന്നെ കെട്ടാണ് വരുന്നത്, ആശ്രമത്തിൻ്റെ കെട്ട്. അപ്പോൾ ഞാനിതാ പല്ലൊക്കെ തേച്ചു, മൂക്ക് തേച്ച് കൊടുത്തു. എന്നിട്ട് ദോശയാണ് ചുട്ടത്. കുട്ടി കുട്ടി ദോശ ചുട്ടാൽ അവളൊറ്റയ്ക്ക് അങ്ങ് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട് അവൾ. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ വന്നിട്ടുണ്ട്. മോൻ ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, 2 വീടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ മോൻ വന്നിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിതാ 2 ദോശയൊക്കെ എടുത്ത് 2 ദോശ ചുട്ട്, എനിക്ക് ചൂടോടെ കഴിക്കണേ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് ഞാൻ സാമ്പാറും കൂട്ടി കഴിച്ചേ. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ടി വിയും തുറന്നു വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണുക. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഭക്ഷണം കഴിക്കുന്നത് വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ യൂണിഫോമൊക്കെ മാറ്റി കോനാൽ വന്നിരിക്കുകയാണ്. വാനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 9:30ക്കാണ് വാൻ വരും. 9:15 ആയിട്ടുള്ളൂ. അപ്പോൾ മോൻ്റെ യൂണിഫോമാണിത്. മോൻ മേപ്പിൾ SP സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വണ്ടി വന്നു. അവൻ പോവേ, അവൻ്റെ വണ്ടി അത്. അപ്പോൾ അവന് ഞങ്ങൾ കയറ്റി കൊടുത്തു. വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്, അവനിന്ന് വന്നിട്ടില്ല. അവനിന്ന് സ്കൂളിലേക്ക് ആക്കി കൊടുക്കുക. പക്ഷേ അവർക്കെന്തോ ഫങ്ഷൻ ഉണ്ടായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം റോഡുമലൊക്കെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അപ്പോൾ ഓക്കെ, ബായ്. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.